നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ഇവിടെ അവതരിപ്പിക്കുന്നത് നാളെ 1200 ചിങ്ങമാസം 16-ാം തീയതി ഞായറാഴ്ച, അതായത് 2024 സെപ്റ്റംബർ മാസം 1-ാം തീയതി രവിവാരം. അന്ന് തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:19-നും അസ്തമയം വൈകിട്ട് 6:30-നുമാകുന്നു. അന്നത്തെ ഞായറാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം. അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം 4:49 മുതൽ 6:19 വരെയുള്ള സമയം രാഹുകാലമായി നാം പരിഗണിക്കേണ്ടിയിരിക്കുന്നു. നാളെ പ്രായണ വളരെ ദുർബലമായ തിഥിയാണ്. ചതുർദശി, കറുത്തപക്ഷത്തിലെ ചതുർദശി തിഥിയാകുന്നു. ഒരു ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കാത്ത തിഥിയാകുന്നു കറുത്തപക്ഷത്തിലെ ചതുർദശി. റിക്താതിഥിയാണ്. ചതുർത്ഥി, നവമി, ചതുർദശി 4, 9, 14 തിഥികൾ കറുത്തപക്ഷത്തിലേതായാലും വെളുത്തപക്ഷത്തിലായാലും അത് ഒഴിഞ്ഞ തിഥിയാകുന്നു. ശുഭകാര്യങ്ങൾക്കൊന്നും, പ്രത്യേകിച്ച് സാമ്പത്തികമായ ഇടപാടുകൾക്കൊന്നും നാം ദൗർബല്യമുള്ള തിഥികൾ ഉപയോഗിക്കാറില്ല. തിഥി എന്നാൽ പഞ്ചാംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാകുന്നു. ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത. തിഥി ശ്രവിക്കുന്നതിലൂടെ സമ്പത്താണ് ഉണ്ടാകുന്നത്. നാളത്തെ നക്ഷത്രവും പ്രായണ വളരെ ദുർബലമായ ആയില്യം നക്ഷത്രമാകുന്നു. കറുത്തവാവിൻ്റെ തലയ ദിവസമാണ്. ആയില്യം നക്ഷത്രവും നാം ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത നക്ഷത്രമാകുന്നു. തിഥി ഒഴിഞ്ഞ ചതുർദശി തിഥിയാകുന്നു. അതിനുമപ്പുറം നാളത്തെ കരണവും വിഷ്ടികരണവുമാകുന്നു. 25 നാഴിക വിഷ്ടികരണമാകുന്നു. വിഷ്ടികാലേ കൃതം കാര്യം വിനാശം ഉപഗച്ഛതി. വിഷ്ടികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ നാശത്തെ പ്രാപിക്കുന്നു എന്നാണ് ആചാര്യർ വിധി എഴുതുന്നത്. അതിനാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെ ഒരു ശുഭ മുഹൂർത്തവും ശുഭസമയവും നിങ്ങൾക്ക് ഡോക്ടർ മാരാർജി നൽകുന്നില്ല. നാളെ നിങ്ങൾക്ക് ആയില്യം നക്ഷത്രമാകയാൽ ആയില്യം, തൃക്കേട്ട, രേവതി ഈ നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം ബുധനാകുന്നു. നരസിംഹക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്താൽ വളരെയധികം ഗുണകരമാവും. എന്തുകൊണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നിർദ്ദേശിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനുത്തരം ഇതാകുന്നു. ബുധനെന്നാൽ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളുടെ അധിപനായ ഗ്രഹമാകുന്നു. ദ ഇൻകാർനേഷൻ ഓഫ് ലോർഡ് വിഷ്ണു. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരം ചിന്തിക്കേണ്ടത് ബുധനെ പറ്റിയാണ്. അതിനാൽ ബുധനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇവിടെ പലപ്പോഴും കലിയുഗത്തിൽ സാത്വികമായ ദൈവങ്ങളെ ചിന്തിക്കുന്നതിനെക്കാട്ടും തമോമൂർത്തികളായ ദൈവങ്ങളെ ചിന്തിച്ചാൽ വളരെ പെട്ടെന്ന് ഫലം അനുഭവിക്കുന്നതാണ്. ശത്രുദോഷ വിഷയങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നാളെ നരസിംഹക്ഷേത്രത്തിൽ പാനകം, സുദർശന പുഷ്പാഞ്ജലി ചെയ്താൽ ശത്രുസംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് അങ്ങേയറ്റം പരിഹാരമാകുന്നു. അതേ രീതിയിൽ ദമ്പതി ശ്രേയസ്സിന് വേണ്ടി ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യുന്നത് നാളെ വളരെ ഗുണമാകുന്നു. ഇവിടെ വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ, നരസിംഹമായാലും തുളസിമാല ചാർത്തുന്നത് വളരെ ശ്രേയസ്സാണ്. അതിനാൽ നരസിംഹക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. ആയില്യം സർപ്പസംബന്ധിയായ നക്ഷത്രമാകുന്നു. അതിനാൽ സർപ്പപ്രീതിക്കായിക്കൊണ്ട് സർപ്പക്ഷേത്രത്തിൽ നാളെ 100 പാലും അല്ലെങ്കിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി ചെയ്യുന്നതും വളരെ ഗുണകരമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.